അല്ല, ഞാൻ കുറച്ചു കാലമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ബി ജെ പി എൻ ഡി എ ഈ ഇലക്ഷന് വലിയ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ കാണുന്നത് ഈ ഇലക്ഷൻ നാടിൻ്റെ ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു. മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇലക്ഷനാണ്. ബി ജെ പിയും എൻ ഡി എ ഘടകകക്ഷി പാർട്ടികളും എല്ലാവരും ഇത് സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, എല്ലാ സീറ്റിലും നല്ല ടൈറ്റ് കോൺടെസ്റ്റും കമ്പറ്റീറ്റീവ് കാൻഡിഡേറ്റ്സ് മത്സരിക്കും. ഇന്ന് പ്രഖ്യാപിച്ച 47 കാൻഡിഡേറ്റ്സിൽ ഒരു സെൻട്രൽ മിനിസ്റ്റർ മത്സരിക്കുന്നു, 2 മുൻ മന്ത്രിമാർ മത്സരിക്കുന്നു, അതിനപ്പുറം 4 ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് മത്സരിക്കുന്നു, 7 വനിതകൾ മത്സരിക്കുന്നു, 2 ഫോർമർ മുൻ പ്രസിഡന്റുമാർ മത്സരിക്കുന്നു, 2 ST കമ്മ്യൂണിറ്റിയിൽ നിന്ന് 2 കാൻഡിഡേറ്റ്സ് ഇന്നത്തെ ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ 7 SC സമുദായത്തിൽ നിന്ന് കാൻഡിഡേറ്റ്സ് ഇന്ന് ഈ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇന്ന് 47 കാൻഡിഡേറ്റ്സ് ബി ജെ പി പ്രഖ്യാപിച്ചു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 2020 BDJs ഇന്നും നാളെ അവർ പ്രഖ്യാപിക്കും. ഞങ്ങളുടെ ബാക്കി കാൻഡിഡേറ്റ്സ് നാളെയും മറ്റന്നാൾ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പ്രഖ്യാപിക്കും. ഞങ്ങൾ സീരിയസ് ആയിട്ട് ഈ ഇലക്ഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ പോലെ ഇത് മാറ്റം തുടങ്ങാം എന്ന് ഒരു മുദ്രാവാക്യം മുമ്പോട്ട് വെച്ചിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങുന്നത്. മറ്റു മണ്ഡലങ്ങൾ പലരും ഒരു ട്രയാങ്കുലർ മത്സരം നിയമത്ത് അങ്ങനെ ഒരു മത്സരം ഉണ്ടാകുമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഞാനിപ്പോൾ കാണുന്നത് എല്ലാ 140 മണ്ഡലങ്ങളും ഇത് ശരിക്കും ഒരു 3-way ഫൈറ്റ് ആയിരിക്കണം. അതാണ് ഇതിൻ്റെ തിയറി. പക്ഷേ നമ്മൾ ഇതെല്ലാം കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നിലപാടെല്ലാം നമ്മൾ ആദ്യം കണ്ടതാണ്. അവരുടെ തന്ത്രങ്ങളെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി സഹിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവർ തന്ത്രങ്ങൾ കളിക്കും, അവരെ കളികളെല്ലാം കളിക്കും, നടപ്പിലാക്കുമെന്ന് ഞങ്ങൾക്കൊരു സംശയമില്ല. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ മാറ്റം കൊണ്ടുവരാനും വികസനം കൊണ്ടുവരാനും ഒരു ഒറ്റ പാർട്ടിയാണ്, ഒരൊറ്റ മുന്നണിയാണ് BJP ഇന്ത്യ. ജനങ്ങളെ സംരക്ഷിക്കാനും ജനങ്ങളുടെ വികസനം സംരക്ഷിക്കാനും ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ, അത് ഒരു വശത്ത് BJP NDA, മറുവശത്ത് CPM കോൺഗ്രസ്. CPM കോൺഗ്രസിനെ കുറിച്ച് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈ 2 പാർട്ടിയും 2 അല്ല, ഒന്നാണ്. അത് ഏത് കാര്യം നോക്കിയാലും അവർ ഒന്നാണ്. അത് ശബരിമല കൊള്ളയാണോ, അഴിമതിയാണോ, ജമാഅത്തിൻ്റെ രാഷ്ട്രീയം ചെയ്യുന്നതാണോ, തൊഴിലില്ലായ്മയാണോ, ഇവർ 2 പേരും വ്യാജ വാഗ്ദാനമാണോ, 2 പേരും ഒന്നാണ്. 2 പാർട്ടീൻ്റെ പേരിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ അവർ 2 ഐഡിയോളജി ഒന്നാണ്. ഞങ്ങളാണ് ശരിക്കും വികസനവും വിശ്വാസ സംരക്ഷണവും സുരക്ഷിത കേരളം സൃഷ്ടിക്കാൻ താല്പര്യവും കഴിവുള്ള ഒരു പാർട്ടി മുന്നണി. താങ്ക് യു.